ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മാധവ് മേനോൻ. ആൻഡ്രോയിഡ്സ് മെഡിക്കോഡിൽ നിന്നും മെഡിക്കൽ കോഡറാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇക്കൊല്ലത്തെ ഏറ്റവും കൂടുതൽ മരണത്തിൻ്റെ കാരണമായതാരാണ്? ഹൃദയാഘാതമാണ്. അതിനുശേഷം ക്യാൻസർ, എയ്ഡ്സ്, റെസ്പിറേറ്ററി ഡിസീസസ് എന്ന് വരുന്നു. ഹൃദയാഘാതത്തിന് ഇംഗ്ലീഷിൽ ഹാർട്ട് അറ്റാക്ക് എന്നും അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നും വൈദ്യശാസ്ത്രം അറിയപ്പെടുന്നു. സ്ത്രീകളിലും പുരുഷനിലും പെട്ടെന്നുണ്ടാകുന്ന വേദന കൈയിൻ്റെ ഇടതുവശത്തും കഴുത്തിൻ്റെ ഇടതുഭാഗത്തുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സ്വെറ്റിംഗ്, ഫെറ്റിംഗ്, ആപ്പറ്റൈറ്റ് റിലേറ്റഡായ പ്രശ്നങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇതിൽ തന്നെ ഏറ്റവും അധികം നിങ്ങൾക്ക് സൈലൻറ്റ് അറ്റാക്സ് ആണ് കാണുന്നത്. രോഗപരിശോധനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ECG, കാർഡിയാക് MRI, അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രഫി ചൂസ് ചെയ്യാവുന്നതാണ്. ധാരാളം രക്തപരിശോധന നിങ്ങൾക്ക് സഹായകരമാകും. രക്തത്തിൽ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിൻ കൈനേസ് ലെവൽ, ട്രോപ്പോണിൻ്റെ അളവ് നിങ്ങൾക്ക് രോഗപരിശോധനയ്ക്ക് അല്ലെങ്കിൽ രോഗനിർണയത്തിന് സഹായകരമാകും. രക്തയോട്ടം കുറയുകയോ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്തതയോ കൊണ്ടുള്ള ഹൃദയരോഗത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നു. വാർദ്ധക്യം, പുകവലി, അമിതമായ മദ്യപാനം, പ്രമേഹം, പൊണ്ണത്തടി എന്നിവയുള്ള വ്യക്തികൾക്കാണ് കൂടുതൽ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ളത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് 5 ടൈപ്സ് ആണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ടൈപ്പ് 1 തൊട്ട് ടൈപ്പ് 5 വരെ. ടൈപ്പ് 1 നമ്മൾ എന്ത് പറയുന്നു? അത്രോസ്ക്ലീറോസിസ് കൊണ്ടുവരാവുന്ന ഹൃദയാഘാതം. ടൈപ്പ് 2 നമ്മൾ എന്ത് പറയുന്നു? അമിതമായ രക്തം ഓട്ടം ഇല്ലാത്തതിനും ഓക്സിജൻ കിട്ടാത്തതിനെയും ഹൃദയാഘാതം എന്ന് പറയുന്നു. ടൈപ്പ് 3 നമ്മൾ എന്ത് പറയാം? നമുക്ക് ST എലിവേറ്റഡ് ആയ ഹൃദയാഘാതം എന്ന് പറയാം. ടൈപ്പ് 4 ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർജറികൾ കൊണ്ടുവരാവുന്ന ഹൃദയാഘാതം എന്ന് പറയുന്നു. അവസാനമായി ടൈപ്പ് 5 നമ്മൾ കാർഡിയാക്, അതായത് ബൈപ്പാസ് സർജറിയുമായി ബന്ധമുള്ള ഹൃദയാഘാതമെന്നും കാറ്റഗറൈസ് ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്കിൻ്റെ മാനേജിന് വേണ്ടി നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിരുന്ന എക്കോ കാർഡിയോഗ്രഫി, കാർഡിയാക് MRI, ECG നിങ്ങൾക്ക് ഡയഗ്നോസിസിന് വേണ്ടി ഹെൽപ്ഫുൾ ആണ്. നിങ്ങളൊരു ബ്ലോക്ക് ഉള്ള വ്യക്തിയാണെങ്കിൽ ആൻജിയോഗ്രാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ആൻജിയോപ്ലാസ്റ്റിലൂടെ ഈ ബ്ലോക്കുകൾ നശിപ്പിക്കാവുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻഷൻ എങ്ങനെയാണ്? നിങ്ങൾ കൊഴുപ്പ് കൂടിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, മദ്യപാനം, പുകവലി കുറയ്ക്കുക, ഡെയിലി എക്സസൈസ് എന്നതൊക്കെ എന്താണ്? പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ്. ഇനി ഇവിടെ ഈ മെഡിക്കൽ കോഡറുമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോഡിങ്ങുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മെഡിക്കൽ കോഡർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പേഷ്യൻ്റ് വന്നു, അയാൾക്ക് ഹാർട്ട് റിലേറ്റഡായ അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ICD ഭാഗത്തു നിന്നും I കാറ്റഗറി കോഡ് എടുക്കുകയും പ്രൊസീജിയേഴ്സ് ആണ് കോഡ് ചെയ്യേണ്ടതെങ്കിൽ 30,000 CPT ഭാഗത്തെ 30,000 സീരീസ് കോഡുകളും എടുക്കേണ്ടതാണ്.